ഹലോ ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു അവർ ടീം. അപ്പൊ നമ്മൾ ഇന്നൊരു സ്റ്റേക്കേഷൻ പോവുകയാണ്. വർക്കലയാണ് സ്റ്റേക്കേഷൻ. ആന്റലിയ ഷാർലറ്റ് എന്ന് പറഞ്ഞ അന്റിയുടെ ആയിരിക്കും ആണെന്ന് തോന്നുന്നു. അതിപ്പോ ഇൻഡിപെൻഡൻസ് ഡേയുടെ ലോങ് വീക്കെൻഡ് ആണ്. അപ്പം രണ്ടുപേർക്കും കുറച്ച് ദിവസം ഓഫ് കിട്ടിയോണ്ട് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മാമലക്കണ്ടം പോകാനാണ് ഇരുന്നത്. പക്ഷെ കാലാവസ്ഥ അത്ര ഇതല്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാണ്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. വർക്കല വരെ ഇവിടുന്ന് ഏകദേശം 1 hour ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന ആളെ കണ്ടിട്ട് നിങ്ങൾ എവിടെയോ കണ്ട ഒരാളെ പോലെ ഓർമ്മയില്ലേ? ടി വിയിലൊക്കെ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന ഒരാളെ പോലെ. അതാരാണെന്ന് ഓർമ്മ വന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഞങ്ങൾ ആരും പേരൊന്നും പറയുന്നില്ല. മനസ്സിലായി കാണുമല്ലോ അല്ലേ? സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി പോണ വഴി ഫുഡ് കഴിക്കണം. അവിടെ നിന്നെങ്കിലും അതെ, ഇവിടെ എത്തുമ്പോൾ 12 മണിക്കായിരുന്നു ചെക്കിൻ. ഞങ്ങൾ രാവിലെ ഉറക്കണിട്ടപ്പോൾ കുറച്ച് ലേറ്റായി. ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ എത്തും എന്നാണ് വിചാരിക്കുന്നത്. നല്ല ആകാശമാണ്, നല്ല മേഘങ്ങളാണ്. മനസ്സിലും അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മൾ ആന്റലിയ ഷാലറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ റൂമിലോട്ട് പോവാണ്. അപ്പം അങ്ങോട്ട് പോയിട്ട് റൂം ടൂർ കാണിച്ചു തരാം. അപ്പം നമ്മൾ റൂം ടൂറിനാണ്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. നല്ല രസമുണ്ട്. ഈവനിങ്ങൊക്കെ ആകുമ്പോഴത്തേക്കും കാണിച്ചു തരാറുണ്ട്. നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ റൂമ്. ഇവിടെ 12:30 ചെക്കിൻ ടൈം. പക്ഷേ ഇതിലേക്ക് ഒരു 1 hour ലേറ്റ് ആയിട്ട് ബ്ലോക്ക് ആയിരുന്നു. ഇത് നമ്മുടെ ഡീലക്സ് റൂമാണ്. അപ്പം കയറി വരുമ്പോൾ തന്നെ ഒരു സോഫ സെറ്റ് ഭയങ്കര സോഫ്റ്റ്. പിന്നെ ഇവിടെ ഒരു ടേബിൾ ചായ കുടിക്കുന്നത് വേണം. നമുക്ക് പുറത്തൊക്കെ ഇട്ടിട്ട് ചായ കുടിക്കാം. വലിയൊരു കട്ടിലുണ്ട്. ഇത് നമ്മുടെ സോഫ്റ്റ്. ഞാൻ എല്ലാം തൊട്ടോക്കി പറഞ്ഞു. ഇതൊക്കെ എന്തോ ഭയങ്കര സംഭവം പോലെ പറയണേ. ഏതാണ് ആലോചിക്കാൻ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അടുത്ത് ചെയ്തിരിക്കുന്നുണ്ടോ? എന്നിട്ട് ഇവിടെ ഒരു വാർഡ്രോബ് സെറ്റപ്പ് ഉണ്ട്. ഡ്രസ്സിങ് ടേബിളും ഇതെല്ലാം ഉണ്ട്. പാൽപ്പൊടിയുണ്ട്. എല്ലാം ബാക്കിയെല്ലാം സംഭവങ്ങളൊക്കെ സെറ്റാണ്. ഇനി നമുക്ക് വാഷ്റൂം കണ്ടില്ല. നമുക്ക് പോകുന്നുള്ളൂ. ഒരു ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഷൂസൊക്കെ ഇട്ട് കുറേ വൃത്തികളാക്കുന്നില്ല. ഇതാണ് വാഷ്റൂം. അവിടെ സെപ്പറേറ്റഡ് ആയിട്ട് കുളിക്കാനുള്ള സംഭവമാണോ അല്ലേ? അല്ല, ഇതിനുള്ളത് പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ബാത്റൂമിൻ്റെ അടുത്ത് അങ്ങനെ സെറ്റിട്ടുണ്ട്. ബാക്കിയെല്ലാം കൊള്ളാം അല്ലേ? ഇത് ഡീലക്സ് റൂമാണ് ഇവിടുത്തെ. നമ്മൾ A-frame ആയിരുന്നു ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയത്. പക്ഷെ അത് ഈ ഒരു സീസൺ ആയതുകൊണ്ട് ഫുള്ളായിട്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു വ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. A-frameൻ്റെ ഫ്രണ്ടിൽ പോയി നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കും. അത് നേരെ. പിന്നെ ഈവനിങ് സംഭവം നമ്മൾ കാണിച്ചത്. ഇപ്പം നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിച്ചില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഡാർജിലിംഗ് കഫേയിൽ വന്നു. അത് പപ്പ വേണ്ട, കുഴപ്പമില്ല. നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? ബട്ടർ നാൻ, നോർമൽ നാൻ, പിന്നെ ബീഫ് ചില്ലി ബീഫ് അല്ലേ, സെമി ഗ്രേവി സ്പൈസി ഇതും ഓറഞ്ച് ജ്യൂസും ഒരു വാട്ടർമെലൺ ജ്യൂസുമാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഇവിടെ നിന്ന് നമുക്കിങ്ങനെ കടൽ കാണാൻ പറ്റും.
ഇവിടെ വന്ന് നമ്മൾ എടുത്തതാ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാക്ക് വേ. നമ്മൾ നടന്ന് ഈ 2 സൈഡിൽ നിൽക്കുന്നത് റൂംസാണ്. ഇതാണ് മറ്റേ ഹണിമൂൺ മറ്റൊരു ഫ്രെയിം ബോട്ട് റൂം പറഞ്ഞിട്ട്, അപ്പോൾ ഇതാണ്. പിന്നെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഡീലക്സ് റൂം വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് കുറേ മറ്റേ റീൽസ് എടുക്കാനും സംഭവം എടുക്കാനും ഇഷ്ടപ്പെടുന്ന സ്ഥലത്തുണ്ട്. ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് കാണുന്നത് ഒരു ബീച്ച് വ്യൂ ആണ് കേട്ടോ. അതുപോലെ മേളത്തെ പോർഷനിലും നമുക്ക് റൂമിലത്തെ ഡയറക്റ്റ് ബീച്ച് വ്യൂ അക്സസില്ല. അപ്പോൾ അല്ലാത്തവർക്ക് വേണമെങ്കിൽ മേടിക്കറി ബീച്ചും കാണാൻ പറ്റും. വെള്ളത്തിൻ്റെ നമ്മളിത് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ക്ലിഫിലോട്ടല്ലേ പോകുന്നത്. അങ്ങോട്ട് ക്ലിഫിലോട്ടും കുറേ കഫേസും കാര്യങ്ങളുണ്ട്. അതുപോലെ താഴോട്ടും ഉണ്ട്. അപ്പോൾ എനിക്കൊരു ബീച്ച് കുറച്ച് ക്ലോസ്ഡ് ആകുന്നു, കയറി കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തന്നെ ആയിരിക്കും. നമ്മൾ രാത്രി കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യങ്ങളും ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് റീലൊക്കെ എടുത്തതിന് ശേഷം വേറെ കോസ്റ്റ്യൂമിൻ്റെ റീൽ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കടലിൻ്റെ സൗണ്ട് കാരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ അലറി വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതാണ് ഇവിടുത്തെ സൺസെറ്റ് വ്യൂ. നല്ല രസമുണ്ട്. ഇങ്ങനെ തിരിഞ്ഞൊക്കെ ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ നല്ല രസമായിരിക്കും. എടുത്തല്ലേ കേട്ടോ. അല്ലെങ്കിൽ നല്ല രസമുണ്ട്. കുടുക്കൻ റേബ ഗ്ലാസ് വേറെ ലെൻസ് കാട്ടിൽ ഗ്ലാസ്സാണിത്. നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ കണ്ടോ, നല്ല രസമല്ലേ, അടിപൊളിയല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾ സൺസെറ്റ് കണ്ടിട്ട് കോഫി കുടിക്കാൻ പോവാം. പാട്ടുണ്ട്. നീ എന്തെങ്കിലും കൊടുത്താൽ ഹായ്, ഹലോ. അപ്പം നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. അതെ, ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നലത്തെയാണ് നിങ്ങൾ കണ്ടത്. ഇന്ന് അടുത്ത ദിവസം രാവിലെ 11 മണി കഴിഞ്ഞു. ചെക്കൗട്ടാണ്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് കഴിച്ചു. ബ്രെഡ് അല്ലേ? യെസ്. ഇനി വീട്ടിലോട്ട് പോകുന്നു. വണ്ടി ഓടിച്ചാണ് പോണത്. ഇടത്തിയിട്ട് നമ്മുടെ പഴയ പരിപാടിയാണ്. നാളെ തൊട്ട് ഓഫീസിൽ പോകണം. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.